السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകകൾ പിന്തുടർന്ന് ജീവിക്കുവാൻ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമ്പൂർണമായ ദീൻ പൂർണ്ണമായി അനുസരിച്ച് അവൻ്റെ പ്രീതി സമ്പാദിച്ച് അവൻ്റെ ഇഷ്ടത്തോടെ അവനെ കണ്ടുമുട്ടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സഹായികൾ, സർവോപരി നമ്മുടെ ഗുരുവര്യന്മാർ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വിട്ടുപിരിഞ്ഞ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മസ്ജിദിൻ്റെ ആദാബുകൾ പാലിച്ച് നമുക്ക് ഇരിക്കാനും കേൾക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ അദബ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സഹാബാക്കൾ ഇരുന്നതുപോലെ നമുക്കും ഇരിക്കാൻ കഴിയണം. പ്രത്യേകമായ രോഗമോ അവശതയോ ഇല്ലാത്തവർ ചാരിയിരിക്കുന്നത് ഒഴിവാക്കുക. പുറകിലുള്ളവർ മുന്നോട്ട് കയറിയിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇന്ന് ലോകമെമ്പാടും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് ചിന്തിക്കുന്ന, പഠിക്കാൻ ശ്രമിക്കുന്ന, മൂല്യങ്ങൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ആളുകൾ പ്രായം ചെല്ലുമ്പോൾ, മരണചിന്ത വരുമ്പോൾ, ജീവിതത്തിലെ തൊഴിലും ഉദ്യോഗവും എല്ലാം കഴിഞ്ഞ് ഒടുവിൽ ഒരു ഹജ്ജ് ചെയ്ത് അവസാന കാലം പള്ളിയിൽ കയറുന്ന ഒരു പ്രവണതയൊക്കെ മാറി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് ഇസ്ലാമിനെ എന്തെന്നില്ലാതെ ഇഷ്ടപ്പെടുകയും അതിനെ അഭിമാനത്തോടെ നെഞ്ചിലേറ്റ് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ ഈ അവസ്ഥയ്ക്ക് മറുപുറമുണ്ട്. അതോടൊപ്പം ഭൗതികമായ ജീവിത ലോകത്ത് ആസ്വാദനത്തിൻ്റെയും സുഖത്തിൻ്റെയും ആഹ്ലാദ ആരവങ്ങളുടെയും ലഹരി മയക്കുമരുന്ന് പദാർത്ഥങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെ ജീവിതത്തെ ആടിത്തിമർത്ത്
നശിപ്പിക്കുന്ന ഒരു പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇസ്ലാം എന്നത് ആസ്വാദനത്തിനും കലയ്ക്കും കായിക വിനോദത്തിനും ഒന്നും എതിരല്ല. പരിശുദ്ധ ഇസ്ലാം അത് മനുഷ്യന്റെ സ്വതസിദ്ധമായ, സ്വാഭാവികമായ, നൈസർഗികമായ താല്പര്യങ്ങളെയും ചോദനകളെയും ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ദീനാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആത്മാവിന്റെയും ശരീരത്തിന്റെയും താല്പര്യങ്ങളെ സമഞ്ജസമായി സംയോജിപ്പിച്ചുകൊണ്ട് കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ദീനാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇബാദത്തുകളിൽ മാത്രമായി നിരതരാവുക എന്നതോ അതല്ലെങ്കിൽ ഭൗതികമായ ജീവിതത്തിൽ മാത്രം മുഴുകി കഴിയുക എന്നതോ അല്ല ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. രണ്ടും അതാതിന്റെ അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ഗൗരവത്തോടെ അർത്ഥവത്തായ നിലയിൽ നോക്കിക്കാണാൻ. സഹോദരന്മാരെ, അടുത്ത സമയത്തായി നമ്മുടെ നാടുകളിൽ വ്യാപകമായ അർത്ഥത്തിൽ എന്തിനേയും ആഘോഷമാക്കി മാറ്റുക, എന്തിനും ആസ്വാദനങ്ങൾ കണ്ടെത്തുക, ഭൗതിക ജീവിതത്തിന്റെ നിറം പിടിപ്പിക്കുന്ന, ഹരം പിടിപ്പിക്കുന്ന ലഹരികളിൽ ആഴ്ത്തിമർക്കുക എന്നത് ഒരു ദുഷ്പ്രവണതയായി വളർന്ന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ മേഖലകൾ പോലും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അതിൻ്റെതായ വൈബ് വേണമെന്നാണ് പുതിയ തലമുറ പറയുന്നത്. വൈബില്ലാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ആയിട്ട് മാത്രം അങ്ങനെ പോയാൽ അത് പറ്റൂല. അപ്പൊ അതിനെയൊക്കെ ഇനി ആ നമസ്കാരവും ഇബാദത്തുകളും ആണെങ്കിൽ പോലും അതൊക്കെ തന്നെ ഒരു ഹരം പിടിപ്പിക്കുന്ന തരത്തിലേക്ക് ആഹ്ലാദം ജനിപ്പിക്കുന്ന, ആരവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈബിയൻ സങ്കല്പത്തിലൂടെ അതിനെ കാണണം. അങ്ങനെയാണ് നമ്മൾ പുതിയ തലമുറയെ ആകർഷിക്കേണ്ടത്. ശരിയാണ്, ഇസ്ലാം വിലക്കാത്ത അർത്ഥത്തിൽ നമുക്ക് ഇസ്ലാമിനെ, അതിന്റെ ആരാധന അനുഷ്ഠാനങ്ങളെ, അതിന്റെ ജീവിത ക്രമങ്ങളെ ആസ്വാദ്യകരമായി തന്നെയാണ് സമീപിക്കേണ്ടത്. എന്നാൽ എന്തിനേയും വൈബാക്കി മാറ്റുക, എന്തിനേയും അതിനെ ആഘോഷമാക്കി ഉത്സവമാക്കി മാറ്റുക എന്ന ഒരർത്ഥത്തിൽ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട്, ഈമാന്റെ അർത്ഥം നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ പോകുന്നൊരവസ്ഥയുണ്ട്. ഉറൂസുകളും നേർച്ചകളും പൂരങ്ങളും അതേപോലെ ഫെസ്റ്റുകളും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലമാണ്. നമുക്കറിയാം, പട്ടാമ്പി നേർച്ചയും അതുപോലെ കുളപ്പള്ളി ഫെസ്റ്റും ഇങ്ങനെയൊക്കെ പല പേരുകളിൽ പലതും വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെയൊക്കെ മതാധ്യക്ഷന്മാരോ അതല്ലെങ്കിൽ മഹല്ല് നേതൃത്വങ്ങളോ, അവർക്കൊക്കെ അതിൽ പങ്കുണ്ട് പലപ്പോഴും. സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ആടിത്തിമർത്ത് തീർക്കാനുള്ളതല്ല, മറിച്ച് ഗൗരവതരമായി സമീപിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾ അതിന്റെ ആശയങ്ങളെ ആഘോഷകരമായി, ആസ്വാദ്യകരമായി ഏറ്റെടുക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആൻ അവിടുത്തെ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന ആദ്യ കാലത്ത് ആ നാട്ടിലെ യുവാക്കളെ ത്രസിപ്പിച്ചതാണ്. അവിടെ വൈബുമായി നടന്ന, അതല്ലെങ്കിൽ ലഹരിയുടെ ലോകത്ത് മദിരാക്ഷിയുടെ സ്വർഗലോകം പണിത് നടന്നവർ
അതേപോലെ പെൺകുട്ടികളുമായി സ്വതന്ത്രമായ ലൈംഗിക ബന്ധങ്ങളിലും ജീവിതത്തിലും ജീവിത ആർഭാടങ്ങളിലും മതിമറന്ന് ജീവിച്ചിരുന്ന യുവതലമുറയെ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ, സന്ദേശങ്ങൾ അവരുടെ ചിന്തകളെ ചൂടുപിടിപ്പിച്ചു, അവിടുത്തെ രക്തം തിളപ്പിച്ചു, അവരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുകയായിരുന്നു. നിങ്ങൾ എന്ത് വിചാരിച്ചു സഹോദരന്മാരെ? ഇസ്ലാം എന്ന് പറയുന്നത് പ്രായം ചെന്ന മരിക്കാനിരിക്കുന്ന ആളുകളോട് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയമായ വ്യാപാരങ്ങളോ മാത്രമാണെന്ന് നമ്മൾ ധരിച്ചോ? നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ, പരിശുദ്ധ ഖുർആനിനെ പ്രബോധനം ചെയ്യുമ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞു തുടങ്ങുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകൾ ഓരോന്നോരോന്നായി അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളോട് സ്വകാര്യമായും അതുപോലെ പരസ്യമായും അവർക്ക് ആ സന്ദേശം കൈമാറുമ്പോൾ അതിൽ ആകൃഷ്ടരാകുന്നത് പ്രായം ചെന്നവരായിരുന്നു. അതിൽ ആകൃഷ്ടരായിരുന്നത് യുവാക്കളായിരുന്നു എന്ന് നമ്മൾ കാണാം. 15-നും 35-നും ഇടയിലുള്ള യുവാക്കളാണ് റസൂലിന് ചുറ്റും കൂടിയിരുന്നത്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായി മുസ്ലിമായി. ആ മഹാനുഭാവൻ 37 വയസ്സായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശിരസ്സെടുക്കാൻ പടവാളുമേന്തിയിട്ട് മദ്യപിച്ച് പുറപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം സൂറത്തുൽ ത്വാഹ, പരിശുദ്ധ ഖുർആൻ, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ത്വാഹ വായിച്ചു നോക്കുകയാണ്. 27 വയസ്സുള്ള ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ത്വാഹ വായിച്ചു നോക്കുന്നു. ഈ ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചത് നിങ്ങൾ തോറ്റുപോകാനല്ല, പരാജയപ്പെട്ടു പോകാനല്ല, ഇത് പ്രപഞ്ചനാഥനായ പടച്ചവന്റെ സമക്ഷത്തിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് തുടങ്ങിയിട്ട് വരുന്ന ആ ആയത്തുകൾ കരുമ്പാറ പോലെ പരുക്കൻ മനസ്സുള്ള ഉമറിന്റെ മനസ്സിനെ ഇളക്കം തട്ടിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് കയറി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഖുർആന്റെ വഴിയിലൂടെ. ഒരു നാട്ടിലെ ഏറ്റവും നല്ല കരുത്തനായ ശക്തനായ യുവാക്കളുടെ ആവേശമായ ഇന്നത്തെ വേടനെ പോലെ നടന്നിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സഹോദരന്മാരെ ഖുർആൻ ത്രില്ലായി കണ്ടുകൊണ്ട് അതിന്റെ തീരത്തണയുകയായിരുന്നു. വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ള സമയം. അലി റളിയല്ലാഹു അൻഹുവിന് അന്ന് 10 വയസ്സ് മാത്രമേ ഉള്ളൂ. ബുദ്ധിയുള്ള ബാല്യക്കാരനാണ്, ബുദ്ധിയുള്ള ബാലനാണ് അലി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിനെ കുറിച്ച് കുട്ടിക്കാലത്ത് പോലും ചിന്തിച്ചിരുന്ന അലി, പ്രവാചകന്റെ സന്ദേശങ്ങൾ ബുദ്ധിപൂർവ്വം കേട്ട് ഉൾക്കൊണ്ട അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ആവേശത്തോടെ പ്രവാചകന്റെ ചുറ്റും പ്രവാചകനെ വിടാതെ പിന്തുടർന്നു പിന്നാലെ കൂടിയ സംഭവം നമുക്കറിയാം. നബി തിരുമേനിയുടെ വളർത്തുപുത്രനായി കൊണ്ടു നടന്ന സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വെറും 30 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹമാണ് ഇസ്ലാമിൽ ആകൃഷ്ടനാകുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 20-നും 30-നും ഇടയിലായിരുന്നു പ്രായം എന്ന് കാണാം. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു 16 വയസ്സോ അല്ലെങ്കിൽ കൂടിയാൽ 20 വയസ്സോ മാത്രം പ്രായമായിരുന്നു ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്. അതുപോലെ ദാറുൽ അർഖം എന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഹെഡ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന അർഖം ഇബ്നുൽ അർഖം എന്ന് പറയുന്ന സഹാബിയുടെ അന്ന് അദ്ദേഹത്തിന്റെ വീടാണ് ആ ഹെഡ് ഓഫീസായി പ്രവർത്തിച്ചത്. ആ സഹാബിക്ക് അന്നത്തെ പ്രായം വെറും 16 വയസ്സായിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് 18 വയസ്സോ അതിന് മേൽ 20
മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് 17-നും 19-നും ഇടയിലായിരുന്നു പ്രായം. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന് 20-നും 25-നും ഇടയിലായിരുന്നു പ്രായം. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന് 20-നും 30-നും ഇടയിലായിരുന്നു പ്രായം. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ പിടികൂടി തൂക്കുമരത്തിലേറ്റി അവിടെ നിന്നും രക്തസാക്ഷിയായ പാട്ടുപാടിയിട്ട് രക്തസാക്ഷിയായ സഹാബി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് 25 വയസ്സായിരുന്നു പ്രായം. സുഹൈബ് റൂമി ശത്രുക്കളോട് പോരാടി രക്തസാക്ഷിയായ സഹാബി, അദ്ദേഹത്തിന് 25 വയസ്സായിരുന്നു പ്രായം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് 18 വയസ്സോ അതല്ലെങ്കിൽ 20 വയസ്സോ ആയിരുന്നു പ്രായം. ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹുവിന് 25 വയസ്സായിരുന്നു പ്രായം. ഉബൈദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് 30 വയസ്സായിരുന്നു പ്രായം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 30 വയസ്സായിരുന്നു പ്രായം. ഞാനിത് സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലെ ആ സമൂഹത്തിൽ യുവാക്കളുടെ ഹരമായി മാറിയിരുന്ന ധീരതയും കരുത്തും കാവ്യ അഭിനിവേശവും അതുപോലെ സാഹിത്യപരമായ അഭിരുചിയും കഴിവും പ്രാപ്തിയും തന്റേടവുമുള്ള അറേബ്യയിലെ മക്കയിലെ കരുത്തുള്ള യുവജനങ്ങൾ അത് അവരാകൃഷ്ടരായത് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിലായിരുന്നു, ഖുർആനിന്റെ ആശയ ഗാംഭീര്യത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ 5 നേരം നിസ്കരിച്ച് തീർക്കാനുള്ള, ദുആ ചെയ്ത് തീർക്കാനുള്ള, വിഷമം വരുമ്പോൾ അത് മാറ്റാനുള്ള കുറച്ച് മന്ത്രങ്ങളും ദിക്റുകളും മാത്രമായിട്ടുള്ള ഏതോ ചില പരിപാടികൾ മാത്രമായിട്ടാണ് ഇതിനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല സഹോദരന്മാരെ, യുവാക്കളുടെ മനസ്സിനെ ത്രസിപ്പിച്ചൊരു ചിന്തയായിരുന്നു പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാം ആകൃഷ്ടരാകും. ഇസ്ലാമിനെ അതാതിന്റെ രീതിയിൽ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മക്കയിലെ മർദ്ദനം ശക്തമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി രാജാവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ കുറേയേറെ സഹാബികളെ അഭയാർത്ഥികളായിട്ട് പറഞ്ഞയച്ചു. അവിടെ നിന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ പറ്റി ചോദിച്ച നജാഷി രാജാവിനോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടി നമ്മൾ മനസ്സിലാക്കിയ ഇസ്ലാമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലയോ മഹാരാജാവേ, ഞങ്ങൾ വെറും അപരിഷ്കൃതരായിരുന്നു. ഞങ്ങൾ ശവന്തീനികളായിരുന്നു, ശവം തിന്നുന്നവർ. വിഗ്രഹാരാധകർ. ഞങ്ങളിലെ ശക്തന്മാർ ദുർബലന്മാരെ കൊല്ലുന്നവർ, ചൂഷണം ചെയ്യുന്നവർ. അങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന, വിദ്യാഭ്യാസമുള്ള ഒരു യുവജനതയുടെ ജീവിതത്തെ ത്രസിപ്പിക്കുന്ന, മനസ്സിനെ ആകർഷിക്കുന്ന ഒരു വിപ്ലവകരമായ ഇസ്ലാം. ജീവിതത്തെ അപ്പാടെ മാറ്റിപ്പണിയണം. മൂല്യങ്ങൾ ഉണ്ടാകണം, സത്യങ്ങൾ ഉണ്ടാകണം, ന്യായങ്ങൾ ഉണ്ടാകണം, നീതി ഉണ്ടാവണം, ശരിയുണ്ടാവണം, സംസ്കാരം ഉണ്ടാകണം. അതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ആ പ്രസംഗം തുടർന്ന് പോകുമ്പോ നിങ്ങൾ നോക്കൂ, മദീനയിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കാണാൻ വേണ്ടി അവിടെ കടന്നു വരുന്നു. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നബിയെ കാണാൻ വേണ്ടി വരുന്നു. അദ്ദേഹം ക്രൈസ്തവനാണ്, മുസ്ലിം ആയിട്ടില്ല. നബി ചോദിച്ചു, ചെറുപ്പക്കാരനാണ്, നല്ല ബുദ്ധിയുള്ള, കാര്യബോധമുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തോട് ചോദിച്ചു, അദിയെ, നീ എന്താണ് ഞങ്ങളുടെ കൂടെ കൂടാത്തത്? ഇസ്ലാം ആളുകളൊക്കെ ഞങ്ങളെ ആക്രമിക്കുന്നതും പരിഹസിക്കുന്നതും ഞങ്ങളെ നാട്ടിൽ നിന്ന് ബഹിഷ്കൃതരാക്കുന്നതും ഇതൊക്കെയാണോ നിന്നെ മടുപ്പിച്ചിട്ടുള്ളത്? ഇല്ല നബിയെ എന്ന് പറഞ്ഞ് നബിയോട് സംഭാഷണം നടത്തുകയാണ്. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അക്രമത്തിന് ഇരയായ, കൊള്ളസംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായ ഒരാൾ, അയാളെ സമ്പത്ത് പിടിച്ചെടുത്തു, ദേഹോപദ്രവം ഏൽപ്പിച്ചു. നബിയുടെ അടുക്കൽ വന്ന് ആവലാതി പറയുന്നു, മുഹമ്മദേ, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മർദ്ദിതരായാലും ചൂഷിതരായാലും പ്രയാസപ്പെടുന്നവരായാലും എല്ലാം ആവലാതിയുമായി വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ അങ്ങനെ വന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ മറ്റൊരാള് വരുന്നു. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന് മറ്റൊരു പരാതിയാണ്. അദ്ദേഹത്തിന് പട്ടിണിയാണ്, ജീവിക്കാൻ നിവൃത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ കൊടുത്ത് സമാധാനിപ്പിച്ചു പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് മൗനിയായി തല കുമ്പിട്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി അദിയുടെ മുഖത്ത് മൂർച്ചയുള്ള നോട്ടം നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദിയെ, അതൈതുമുൽ ഹീറ, നീ ഹീറയിൽ പോയിട്ടുണ്ടോ? പേർഷ്യയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖദ് ഉംബിഅതു അൻഹാ, ഞാൻ പോയിട്ടില്ല നബിയെ, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നീ മനസ്സിലാക്കണം, നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ കാണാൻ കഴിയും. ഹീറയിൽ നിന്ന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ആരെയും ഭയപ്പെടാത്ത നിലയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കഅബയിലേക്ക് വന്ന് തീർത്ഥാടനം ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന ഒരു കാലം വരും. അതിയെ വല്ലതും മനസ്സിലായോ? എന്താണ് ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യം, സുരക്ഷ എന്ന് പറയുന്നത്, സഞ്ചാര സ്വാതന്ത്ര്യം, നിർഭയത്വം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ആ സങ്കല്പത്തിലേക്കാണ് പോകുന്നത്. അത് പൂവണിയണം. ദുനിയാവിൽ ജീവിക്കുന്ന അള്ളാന്റെ ഭൂമിയിൽ ഉണ്ടും ഉടുത്തും ഉറങ്ങിയും സുഖിച്ചും രമിച്ചും ജീവിക്കുന്ന മനുഷ്യൻ, അതിനെല്ലാ സംവിധാനങ്ങളും അല്ല ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. കാരണം എന്താ? ഭൂമിയുടെ കൈകാര്യാധികാരം മനുഷ്യനെയാണ് അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്നി ജാഇലുക ലിന്നാസി ഖലീഫ. ഭൂമിയിൽ അള്ളാഹു പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. മനുഷ്യൻ തോന്നും പോലെ അധികാരം ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വേണം? ഭൂമിയിൽ നിർഭയത്വം ഉണ്ടാകും. അപ്പോ അദി പറയാണ്, അപ്പോ പിന്നെ ഈ ത്വയ്യ ഗോത്രത്തിൽ അക്രമങ്ങളും കൊള്ളയും നടത്തുന്ന വഴികൊള്ളക്കാരായ ത്വയ്യ ഗോത്രത്തിലെ തെമ്മാടികളും അക്രമികളും ഒക്കെ അന്ന് ഉണ്ടാവൂലേ? അവരൊക്കെ അമർച്ച ചെയ്യപ്പെടുമോ? അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ചാണോ ഈ മുഹമ്മദ് എന്നോട് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അദ്ദേഹം ആത്മകഥ ചെയ്യാൻ മുഹമ്മദ് പറയുന്നതല്ലേ സംഭവിക്കും. മുസ്ലിം ആയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിലും നിരീക്ഷണങ്ങളിലും ഒക്കെ വിശ്വാസമുള്ള ചെറുപ്പക്കാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനത്തിൽ നിന്ന് ഉണർന്നു. അദിയെ വീണ്ടും ഞെട്ടിപ്പിക്കുകയാണ്. അദിയെ, കിസ്റയുടെയും കൈസറിന്റെയും ഖജനാവുകൾ കീഴടക്കപ്പെടുന്ന ഒരു കാലം വരും. അതിയാകെ അമ്പരന്നു. അദ്ദേഹം ചോദിച്ചു, മുഹമ്മദേ, അങ്ങ് പറയുന്നത് കിസ്റബിന് ഹുർമുസിന്റെ മോൻ കിസ്റയെ പറ്റിയാണോ ഈ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഖജനാവുകൾ കീഴടക്കപ്പെടുന്ന കാലമോ? അതെ, കിസ്റബിന് ഹുർമുസ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഇന്ന് അമേരിക്ക അവരുടെ അക്രമങ്ങളും സാമ്രാജ്യത്വവും അവസാനിപ്പിക്കും, ലോകത്ത് നീതി വരും എന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ. എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ശുഭപ്രതീക്ഷയോടെ കൂടിയാണ് കൈമാറുന്നത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദിയെ, നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ കാണാം, ഇനി ഒരു കാലം വരും. അന്ന് ഈ സമ്പത്ത് മുഴുവൻ, കുത്തകയാക്കി വച്ചിരിക്കുന്ന സമ്പത്ത് മുഴുവൻ പിടിച്ചെടുക്കപ്പെടും. അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടും. ആളുകൾ കൈ നിറയെ പണവുമായി നടക്കും. സദഖ ചെയ്യാൻ പോയാൽ, ധർമ്മം ചെയ്യാൻ പോയാൽ അത് സ്വീകരിക്കാൻ ആളുണ്ടാവൂല. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇനിയും തുടർന്നു പോവുകയാണ്. സഹോദരന്മാരെ,
അലി റളിയല്ലാഹു തആല പിന്നീട് മുസ്ലിമായി, ഹിദായത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് പിൽക്കാലത്ത് ഈ ദൃശ്യങ്ങൾ കണ്ടു. ഇസ്ലാം സമൂഹത്തിൽ പോരാട്ടങ്ങളിലൂടെ നിർഭയത്വം കൊണ്ടുവന്നു. വിമോചന സമരങ്ങളിലൂടെ മനുഷ്യനെ ആക്രമിക്കാനല്ല, കലാപമുണ്ടാക്കാനല്ല, പരമത വിദ്വേഷമല്ല, അക്രമം, അനീതി, അന്യായം, സ്വജനപക്ഷപാതിത്വം, സമ്പത്ത് കുന്നുകൂട്ടി വെച്ച് ഏകാധിപത്യം നടത്തുക, ഇത്തരത്തിലുള്ള പുസ്തകവൽക്കരണങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ച് ഇസ്ലാം പടയോട്ടം നടത്തിക്കൊണ്ടേയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. അവസാനം ജനങ്ങൾക്ക് ഇതെല്ലാം വന്നു കിട്ടി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കണ്ടു ഒരു സ്ത്രീ കഅബയിലേക്ക് തവാഫ് ചെയ്തു വരുന്നു, ആരെയും ഭയപ്പെടാതെ, ആരുടെയും അക്രമ ഭീഷണിയില്ലാതെ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നത് കിസ്ര കൈസർ കീഴടക്കപ്പെടുമെന്നതാണ്. കിസ്രയുടെ ഖജനാവുകൾ കീഴടക്കാൻ അവിടേക്ക് നിയോഗിക്കപ്പെട്ട സൈന്യത്തിലെ സേനാധിപനായിരുന്നു ഞാൻ. എനിക്കതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. പിൽക്കാലത്ത് അത് കീഴടക്കപ്പെട്ടു. മൂന്നാമത് ഒരു പ്രവചനം, ആളുകളുടെ കൈ നിറയെ പണമായി നടക്കും, വാങ്ങാൻ ആളുണ്ടാവൂല. സമൃദ്ധി, ക്ഷേമം, നമ്മൾ പറയൂലേ വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമ രാഷ്ട്ര സങ്കല്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് വെച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, അതും സംഭവിക്കും. സഹോദരന്മാരെ, പിൽക്കാലത്ത് ചരിത്രകാരന്മാർ ആ ഹദീസ് പൂരിപ്പിക്കുന്നു. അത് സംഭവിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആളുകൾക്ക് സക്കാത്ത് കൊടുത്തപ്പോൾ വാങ്ങാൻ ആളില്ലാത്ത കാലം. നിങ്ങൾ ആലോചിച്ചു. ഇതൊക്കെ ഒരു ആവേശ പ്രസംഗത്തിൽ പറഞ്ഞു തീർക്കാനുള്ളതാണ്. നമ്മുടെ രീതി എന്താണ്? ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സോഷ്യൽ സർവീസും, മറ്റൊന്ന് സോഷ്യൽ വർക്കും. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സേവനവും സാമൂഹ്യ പ്രവർത്തനവും. സാമൂഹ്യ സേവനം എന്ന് വെച്ചാൽ ആളുകളുടെ മുറിവിൽ മരുന്ന് പുരട്ടുന്ന പരിപാടിയാണ്. സാന്ത്വനം, സമാധാനം, ആളുകൾക്കൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി അപ്പോഴപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ സേവനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേദനയും വിഷമവും പരിവട്ടങ്ങളുമായി വരുന്ന ആളുകൾക്ക് താൽക്കാലിക ശാന്തി, അവർക്ക് ആഹാരം വേണ്ടവർക്ക് ആഹാരം, പണം വേണ്ടവർക്ക് പണം, സമാധാനം വേണ്ടവർക്ക് സമാധാനം, നീതി വേണ്ടവർക്ക് നീതി, അത് കൊടുക്കും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടത് ദീർഘദൂര പദ്ധതിയാണ്, ഒരു വിഷൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. നമ്മൾ ഭാവിയിൽ ആരാവണം, നിങ്ങൾ നോക്കൂ. നമ്മൾ പഠിച്ച ഈ ഇസ്ലാമാണോ ചരിത്രത്തിൽ കാണുന്നത്? എത്രയോ സംഭവങ്ങളാണ്. മക്കയിൽ ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ഖദീജ റളിയല്ലാഹു തആല കൂടെ നിന്നിട്ട് നമസ്കരിക്കുന്നു. നമസ്കാരമാണെന്ന് മനസ്സിലാക്കാൻ പോലും തിരിച്ചറിയാൻ പോലും കഴിയുന്ന ആളുകൾ അവിടെ ഇല്ല. അപ്പോ അബ്ബാസ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, മുസ്ലിം ആയിട്ടില്ല. അഫീഫ് എന്ന് പറയുന്ന വ്യാപാരിയുടെ അടുക്കൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക. അല്ല, അഫീഫ് വന്നിട്ട് അബ്ബാസിന്റെ അടുക്കൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിലാണ് അലി റളിയല്ലാഹു അൻഹു, ഖദീജ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് എന്തോ ഒരു തരം പ്രാർത്ഥന നടന്നു. അപ്പൊ ചോദിച്ചു അബ്ബാസിനോട്, അഫീഫ് ചോദിച്ചു, അതാരാണ്, അവരെന്താണ് ചെയ്യുന്നത്? അപ്പോൾ അബ്ബാസ് പറഞ്ഞ മറുപടി, നബിയുടെ പിതൃവ്യൻ, അദ്ദേഹം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്, മറ്റത് ഹുവൈലിദിന്റെ മകൾ ഖദീജയാണ്, അവന്റെ പത്നിയാണ്. അത് അവന്റെ വളർത്തുപുത്രനാണ്, അലിയാണ്. അപ്പോ
അദ്ദേഹം പറയുന്നത് ആരാധനയ്ക്ക് അർഹൻ, വിധേയപ്പെടാനും അടിമപ്പെടാനും ആരാധിക്കാനും ഒക്കെ അർഹൻ പ്രപഞ്ചനാഥനായ പടച്ചോൻ മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ പറയുന്നു അവനെ അല്ലാഹു തിരഞ്ഞെടുത്ത് നിയോഗിച്ച ദൂതനാണ്. ഈ ഖുർആനൊക്കെ അവന്റെ അടുത്ത് നിന്ന് വരുന്നതാണ്, പടച്ചോന്റെ അടുത്ത്. പിന്നെ അവൻ പറയുന്നത് കിസ്റയും കൈസറും ഒക്കെ കീഴടക്കപ്പെടുന്ന ഒരു കാലം വരും. ഏത്? 3 ആളുകൾ മാത്രമുള്ള ഒരു കാലം. അപ്പൊ ഇസ്ലാമിന്റെ സാമൂഹികമായ ലക്ഷ്യം അതിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് അക്രമ വാഴ്ചകൾ ഇല്ലാതാക്കപ്പെടണം, നീതി നടപ്പാവണം, ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാവണം. ഇത് ഞാൻ പറഞ്ഞതല്ല, താരീഖ് ബിനുൽ അസീർ നിങ്ങൾ വായിച്ചു, അൽ കാമിൽ. ആ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ. വേറൊരു സമയം മക്കയിൽ വെച്ചിട്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നു മുസ്ലിങ്ങൾ. അപ്പൊ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, സഹായം ചോദിക്കുന്നില്ലേ? എന്തൊരു കഷ്ടപ്പാടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സഹിക്കണം. എത്രത്തോളം എന്നാൽ حتى يسير الراكب من صنعاء إلى حضرموت لا يخاف إلا الله والذئب على غنمه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. ഏതുവരെ എന്നാൽ ഈ സൻആ മുതൽ ഹളറമൗത്ത് വരെ 2 ഭൂപ്രദേശങ്ങളുടെ ഇടയിൽ അശാന്തി നിലനിൽക്കുന്ന ഭൂപ്രദേശങ്ങളെ ചൂണ്ടിയിട്ടാണ് നബി പറയുന്നത്, ഒരു യാത്രക്കാരൻ പടച്ചവനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ യാത്ര ചെയ്യുന്ന ഒരു കാലം. അവരുടെ ആടിന്റെ കാര്യത്തിൽ ചെന്നായേ അവർക്ക് ഭയപ്പെടേണ്ടി വരും, പക്ഷെ അവർക്ക് പടച്ചോനെ അല്ലാതെ ഒരു അക്രമിയെയും ഭയപ്പെടേണ്ടി വരാത്ത ഒരു കാലം വരും. അതുവരെയും നിങ്ങൾ സഹനത്തോടെ പ്രവർത്തിക്കണം. ഇതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് കേവലം നമസ്കരിച്ചേ മതിയാവൂ, നോമ്പ് പിടിച്ചേ മതിയാവൂ, അതേപോലെ സക്കാത്ത് കൊടുത്തേ മതിയാവൂ, ഹജ്ജ് ചെയ്തേ മതിയാവൂ, ദിക്റും ദുആയും ഇഅ്തികാഫും ആത്മീയ വ്യാപാരങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ ഇസ്ലാമിന് അതിനപ്പുറം ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ ലക്ഷ്യമുണ്ട്. അത് ജീവിക്കുന്ന നാട്ടിലും ലോകത്തും ശാന്തിയും സമാധാനവും നിലനിൽക്കണം, വരണം, കൈവരണം. അതിന് ക്രമപ്രവൃത്തമായി ഘട്ടം ഘട്ടമായി ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് അജണ്ടകൾ ഉണ്ടാവണം. അതാണ് ഇസ്ലാം ലോകത്തെ ത്രസിപ്പിക്കുന്ന ചിന്ത. ലോകത്തെ ഇസ്ലാം അതാണ് മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് രാഷ്ട്രീയവും മതവും തമ്മിൽ ബന്ധമില്ല. പള്ളിയിൽ രാഷ്ട്രീയം പറയരുത് കേട്ടോ, എങ്കിൽ ഖുർആന്റെ മുക്കാഭാഗം വെട്ടിക്കളയേണ്ടി വരും. കാരണം എന്താ? ഖുർആനിൽ വലിയൊരു ഭാഗം രാഷ്ട്രീയവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി, പണ്ഡിതന്മാരോ സാധാരണക്കാരോ നേതാക്കന്മാരോ. നമുക്ക് ഇരുന്നിട്ടൊന്ന് പരിശോധിക്കാം. പെട്ടെന്ന് നമുക്കൊരു ചുവന്ന പേനയും വെച്ചോണ്ടിരിക്കും, പറയണൊക്കെ വെട്ടേണ്ടി വരും. കാരണം എന്താ സാഹിബേ? അത് രാഷ്ട്രീയ നിയമം, അത് നീതിന്യായ രംഗവുമായി ബന്ധപ്പെട്ടു, അത് സാമൂഹിക വിഷയവുമായി ബന്ധപ്പെട്ടു. ആരാധനകൾ എത്ര വരും, ഇങ്ങനെ വെട്ടിമാറ്റാം. അപ്പൊ ഇസ്ലാമിൽ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഒരു തവണ പോലും ആശയം മനസ്സിലാക്കി വായിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സാമൂഹിക ബോധവും രാഷ്ട്രീയ ബോധവും ഇല്ല. സ്കൂളിലെ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ച പൊളിറ്റിക്സും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതൊന്നും താരതമ്യം ചെയ്യുകയോ അതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഒന്ന് പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനോ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കാനോ ശ്രമിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് എന്താണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇസ്ലാം നിലനിൽക്കുന്നിടത്ത്, അവർ അധിവസിക്കുന്ന ഭൂമിയിൽ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന
അവർക്കിടയിൽ നീതി ഉണ്ടാവണം, സമത്വം ഉണ്ടാവണം, സാഹോദര്യം ഉണ്ടാകണം, ക്ഷേമമുണ്ടാകണം, ഏകത്വം ഉണ്ടാവണം. ഇതെല്ലാം കൂടി എന്ന് പറഞ്ഞാൽ പൗരാണികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് വെച്ച സാമൂഹികമായ കരാറുകളുണ്ട്. ആ കരാറുകളും ഇന്നത്തെ ആധുനികമായ ഭരണഘടനകളും വെച്ച് നോക്കിയാൽ മനുഷ്യർക്കൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യവും ക്ഷേമവും സുരക്ഷയും സമാധാനവും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ അവസ്ഥ ഉറപ്പുവരുത്തണം. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ ബാധ്യത മാത്രമല്ല, അത് ഖുർആൻ ഏൽപ്പിക്കുന്ന ബാധ്യത കൂടിയാണ്. ഖുർആനുമായി ഏറ്റുമുട്ടുന്നിടത്ത് നമ്മൾ മാറ്റിവെക്കും. അല്ലാത്തതെല്ലാം നമുക്ക് ആവശ്യമായത് ഖുർആന്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ്. ഇസ്ലാമിന്റെ സങ്കല്പം തന്നെ എന്താ? ഉഖ്രിജത്തിൽ ഇന്നാസ്, സാമൂഹിക സങ്കല്പം. നിങ്ങൾ ഉത്തമ സമൂഹമാവണം. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, പുറത്തു കൊണ്ടുവരപ്പെട്ട സമൂഹം എന്നാണ്. ലിന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ദ പീപ്പിൾ എന്നാണ്. ഭരണഘടനയുടെ മർമ്മമാണത്, ഫോർ ദ പീപ്പിൾ. ഖുർആൻ പറഞ്ഞത് അപ്പോഴേ നമ്മൾ ആരാവുള്ളൂ? ഉത്തമ സമൂഹമാവുള്ളൂ. അങ്ങനെ വരുമ്പോ എന്തൊക്കെ അരുതായ്മകൾ നാട്ടിലുണ്ടായാലും അതൊക്കെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. അതിനെ എതിർക്കാനും ഒഴിവാക്കാനും നമുക്ക് കഴിയും. നന്മകൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് വാദിക്കാനും പ്രവർത്തിക്കാനും കഴിയും. മറ്റുള്ളവരുടെ അജണ്ടകൾക്ക് പിന്നാലെ പോവുക എന്ന ആ നിരുത്തരവാദപരമായ അങ്ങേയറ്റം നാണം കെട്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ കഴിയും. ആരൊക്കെയോ ആണ് നമുക്ക് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, ഖുർആനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും ഒരു കാര്യം മാത്രം പറയുകയാണ്. ഇവിടെ കുളപ്പള്ളി ഫെസ്റ്റ് അല്ലെങ്കിൽ പട്ടാമ്പി നേർച്ചയും മറ്റിടത്തെ പൂരമൊക്കെ നടത്തി ഇവിടെ എല്ലാം കൂടി വൈവാക്കി ആടിത്തിമർത്ത് കുടിച്ച് മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കണ്ട പെമ്പിള്ളേരെയും കൊണ്ട് കറങ്ങി ഇങ്ങനെ അടിച്ചു തീർക്കാനുള്ളതല്ല യുവത്വം. നിന്റെ ഉള്ളിൽ ഒരു ത്രസിക്കുന്ന ഒരു ചിന്തയുണ്ട്, നിന്റെ അവയവങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്. അത് പ്രവർത്തിപ്പിക്കണം. അത് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഇസ്ലാം അത് മനുഷ്യർക്ക് മുഴുവൻ മോചനം നൽകുന്ന ദീനാണ്, ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാനും അതിനോടൊപ്പം നിൽക്കാനും നമുക്ക് കഴിയണം. ഇതിനെ തകർക്കുക എന്നതാണ് ശത്രുക്കൾ പണ്ടും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. പണ്ട് നളർ ഇബ്നു ഹാരിസിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ രംഗത്തിറങ്ങി മുസ്ലിങ്ങളെ മോശക്കാരാക്കാൻ, അവരെ ഖുർആനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. എന്താ പരിപാടി? റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നുമൊക്കെ ഇസ്ഫന്ദിയാറിന്റെയും റുസ്തമിന്റെയും ഒക്കെ അശ്ലീല കഥകളും നോവലുകളും ഒക്കെ വാങ്ങി ആളുകളെ ഇങ്ങനെ ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് ഖുർആനിന്റെ സദസ്സ് നടത്തി. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15, 20, 25, 30 വയസ്സുള്ള സഹാബാക്കളാണ് എല്ലാം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? വേറൊന്നും കണ്ടിട്ടല്ല, ഖുർആൻ ചിന്തകൾ കേട്ടിട്ട് അത് അവരുടെ മനസ്സിനെ ഹരം പിടിപ്പിക്കുക. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? യുവാക്കളെ മുഹമ്മദ് കൊണ്ടുപോകുന്നു, നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനുള്ള വഴി എന്താണ്? നളർ ഇബ്നു ഹാരിസിനെ പോലുള്ളവർ കൂടിയാലോചിച്ചു. അവരെ സാഹിറെന്നും മാരണക്കാരനെന്നും ഭ്രാന്തന്മാരെന്നും കള്ളന്മാരെന്നും അതേപോലെ കവികളെന്നും പറഞ്ഞ ആരും വിശ്വസിക്കൂല. പിന്നെയോ നമുക്ക് ഇവരെ കടത്തി മാറ്റാനുള്ള തന്ത്രം വരെയാണ്. അങ്ങനെയാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് മക്കയിൽ സമാനമായ സദസ്സുകൾ സംഘടിപ്പിച്ചു. രാത്രി സദസ്സുകൾ, നിശാ ക്ലബ്ബുകൾ. അവിടെ സുന്ദരികളായ പെൺകുട്ടികൾ ആടിത്തിമർത്തു. അവർ സംഗീതാലാപനങ്ങൾ നടത്തി. അവർ അവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് അശ്ലീല നോവലുകൾ, അശ്ലീല സാഹിത്യങ്ങൾ അതവിടെ വളരെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോട് അവതരിപ്പിക്കപ്പെട്ടു. അതേക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ്. ജനങ്ങളിൽപ്പെട്ടവരാണ് പാഴ്വിനോദങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവർ. പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വിജ്ഞാനപ്രദമായ യാതൊന്നുമില്ലാതെ
ഉലൈക അദാബുൻ മുഹീൻ, അത് നിന്ദ്യമായ ശിക്ഷയാണ് അവർക്ക് വെച്ചിട്ടുള്ളത്. വഇദാ തുതില അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറ, നമ്മുടെ സന്ദേശങ്ങൾ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ അഹങ്കാരത്തോടെ പൊങ്ങച്ചത്തോടെ പിന്തിരിഞ്ഞു പോവുകയാണ്. കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറ, അവിടെ ചെവിയിൽ എന്തോ ഒരു മൂടി വെച്ചതുപോലെ അവർ പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? മൂടി ഈ പറയപ്പെട്ട ലഹരിയുടെ, പെണ്ണിന്റെ അല്ലെങ്കിൽ ലൈംഗിക അരാജകത്വത്തിന്റെ ചിന്തകൾ, താല്പര്യങ്ങൾ, ഹർഷോന്മാദങ്ങൾ അവരെ പിടിച്ചു വലിക്കുകയാണ്, അവരെ കീഴടക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു യുദ്ധതന്ത്രം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നമുക്കിടയിൽ നമുക്ക് പെരുന്നാളുകൾ ആഘോഷിക്കാം, നമുക്ക് സന്തോഷങ്ങൾ പങ്കുവെക്കാം. നമ്മുടെ വീടിന്റെ ഉദ്ഘാടനത്തിന്, അതേപോലെ മക്കളുടെ കല്യാണത്തിന്, അതേപോലെ സന്തോഷാവസരങ്ങളിലൊക്കെ നമുക്ക് സന്തോഷിക്കാം. ആളുകൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം, അവർക്കും കൂടി സന്തോഷങ്ങൾ പങ്കുവെക്കാം. പക്ഷേ ആർഭാടങ്ങളും അതേപോലെ തന്നെ മാമാങ്കങ്ങളുമാക്കി മാറ്റുന്ന ദൂർത്തുകൾ നമ്മൾ ഒഴിവാക്കണം. അതേപോലെ തന്നെയാണ് ഈ പറയപ്പെടുന്ന ഇബാദത്തുകൾ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഓരോ ആചാരങ്ങൾ, അതൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമോ? ഉറൂസിന്റെ പേരിൽ, പൂരങ്ങളുടെ, നേർച്ചകളുടെ, അതല്ലെങ്കിൽ ഫെസ്റ്റുകളുടെ പേരിലൊക്കെ സമുദായത്തിന്റെ ഉത്തരവാദിത്തത്തിലൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്നത് ലഹരി യഥേഷ്ടം വിപണനം ചെയ്യപ്പെടും. അവിടെ അശ്ലീലതകളും അരാജകത്വങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അത്തരം സംഗതികളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കണം. എവിടെ നടന്നാലും നമുക്ക് പക്വതയുണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമുള്ള ചിന്തകളാണ് നമുക്ക് കൈമാറുന്നത്. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് പോലും അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വകഫാനി ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഖ്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ എനിക്ക് വസ്ത്രം തന്ന, ആഹാരം തന്ന, വെള്ളം തന്ന അല്ലാഹുവേ, എത്രയോ ആളുകളാണ് ഭക്ഷണമില്ലാതെ, അഭയമില്ലാതെ കഴിയുന്നത് എന്ന ആ വേദനിക്കുന്ന ചിന്തയോടെ കിടന്നുറങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളാണ് നമ്മൾ. ആഖിറത്തെ കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിന്തിച്ച നബിയാണ്. രാത്രിയിൽ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ പോയിട്ട് ജന്നത്തുൽ ബഖീഇലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ജന്നത്തുൽ ബഖീഇലേക്ക് പോയി നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല നബിയെ ഏറ്റവും സ്നേഹിച്ചു, നബിയും അങ്ങേയറ്റം സ്നേഹിച്ചു. ചോദിച്ചു, അങ്ങയുടെ കുടുംബക്കാർ പരലോകത്ത് എവിടെയായിരിക്കും? അന്നേരം നബി പറഞ്ഞു, ആയിഷ, ആരും ആരെയും ഓർക്കാത്ത 2-3 ഘട്ടങ്ങളുണ്ട് ആയിഷ. അത് പരലോകത്ത് ചെല്ലുമ്പോ അത് ഒന്ന് നന്മ തിന്മകൾ തൂക്കുന്ന, അളക്കുന്ന ഒരു സമയമുണ്ട്. ആരും ആരെ ഓർക്കൂല. ഈ നിന്റെ പ്രിയതമൻ നിന്നെ ഒന്നും ഓർക്കൂല, ആർക്കും ആരെ ഓർക്കാൻ കഴിയൂല. സിറാത്ത് വിട്ട് കിടക്കുമ്പോ അവിടുത്തെ അവസ്ഥകൾ ഓർത്തിട്ട് ആർക്കും ആരെയും ഓർക്കാൻ സമയമുണ്ടാവൂല. ഗ്രന്ഥം വലത് കയ്യിൽ കിട്ടുമോ ഇടത് കയ്യിലായിരിക്കുമോ, അതിന്റെ രംഗം അവിടെ സജീവമാകുന്നു. ആർക്കും ആരെയും ഓർമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് സ്വന്തം ഓരോരുത്തരും ഒരുങ്ങിക്കൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, ഇതാണ് പരലോകത്തെ ചിന്തകൾ. ദുനിയാവിലെ ഗൗരവമുള്ള ഉത്തരവാദിത്തങ്ങൾ, പട്ടിണി പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ, പീഡിതർ, അന്യായമായി തടങ്കലിൽ കിടക്കുന്നവർ, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നവർ, നിരപരാധികളെ വെടിവെച്ചു കൊല്ലുന്നു, ആര് എവിടെ എന്ത് ഒരു പിടിയുമില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാവുക, ഗൗരവമായ ചിന്ത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ആസ്വാദനങ്ങളും ആഹ്ലാദവും ഒക്കെ ആവാം, പക്ഷേ നമ്മുടെ ഗൗരവ ചിന്ത, ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ച, ഖുർആൻ നമ്മളെ ഏൽപ്പിച്ച അമാനത്ത്, ഉത്തരവാദിത്ത ബോധം, ഗൗരവ ചിന്ത, ഞാൻ ജീവിച്ച് മരിക്കുന്നതിനിടയിൽ ചെയ്തു തീർക്കേണ്ട ദൗത്യം, അതിൽ ഭംഗം വരത്തക്ക നിലയിൽ നിരുത്തരവാദപരമായ ആർത്തട്ടഹാസങ്ങൾക്കും ഏതെങ്കിലും മേളക്കൊഴുപ്പുകൾക്കും അകമ്പടി സേവിക്കാൻ നമ്മളാരും നിൽക്കരുത്. നമ്മൾ അള്ളാഹുവിനോട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലവരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.